Hi, I am Brother Leo George, a Capuchin belonging to St. Joseph Province, Kottayam. Here I am privileged to have an exposure immersion program with the differently abled residents of Snehalaya. We are awestruck by the sincere service rendered by the faculties of Snehalaya Psychosocial Rehabilitation Center. Here we have a community that resembles the little ones in the world. I convey my sincere thanks and gratitude to the esteemed faculties of Snehalaya Psychosocial Rehabilitation Center, for without their support and encouragement, I think this exposure immersion program would never have been completed. Thank you. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ബ്രദർ ടിൽജോ മാടശ്ശേരി. ഞാൻ സെൻറ് തോമസ് ദി അപ്പോസ്റ്റൽ കപ്പുച്ചിൻ പ്രൊവിൻസിൻ്റെ ഒരു അംഗമാണ്. ഞാൻ കഴിഞ്ഞ ഒരു 6 ദിവസമായിട്ട് ഇവിടെ ഒരു എക്സ്പോഷർ പ്രോഗ്രാമിനായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിനെ ഓർത്ത്, ഈ സ്നേഹാലയ കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. സ്നേഹാലയം എന്ന ഈ ഒരു കുടുംബത്തെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാറ്റി വ്യത്യസ്തമാക്കുന്ന 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളാണ്. സ്റ്റാഫിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തന്നെ കെയർ ടേക്കേഴ്സ് തൊട്ട് നേഴ്സ് തൊട്ട് PSWക്കാരായാലും എല്ലാവരും പേഷ്യൻസിനോട് കാണിക്കുന്ന ഒരു സ്നേഹവും വാത്സല്യവും കരുതലും എല്ലാം ഭയങ്കര വ്യത്യാസമായി തോന്നി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഇവരുടെ ഈ സ്കീം, അതായത് ഇവിടുത്തെ വരുന്ന പേഷ്യൻസിൻ്റെ വെൽബീയിങ് മാത്രമല്ല, അവർ തിരിച്ച് വീടുകളിലേക്ക് റീയൂണിയൻ ചെയ്യാൻ, അവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ റീയൂണിയൻ ചെയ്യാൻ ഇവരെ സഹായിക്കുന്ന ആ ഒരു ഘടനയാണ് എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയത്. അപ്പോൾ ഇത് നടത്തി കൊണ്ടുവരുന്ന ബ്രദർ ജോസഫ് ക്രസ്ത അവർക്കും അതുപോലെ ബാക്കിയുള്ള എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അഭിനന്ദനങ്ങളും. ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ബ്രദർ ജസ്ദാസ് എന്നാണ്. സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പ്രൊവിൻസിലെ ഒരു അംഗമാണ്. അപ്പോൾ ഞാനിവിടെ സ്നേഹാലയ സൈക്കോസോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ 6 ദിവസത്തെ ഒരു എക്സ്പോഷർ പ്രോഗ്രാമിനുണ്ടായിരുന്നു. അപ്പം ഈ സ്നേഹാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ യുണീക്കായിട്ടുള്ളൊരു സൈക്കോസോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററാണ്. കാരണം ഞാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റിൽ നിന്നും പ്രത്യേകിച്ച് സ്റ്റാഫിൽ നിന്നും തന്നെ വളരെ ജെന്യൂനായിട്ടുള്ള അവരുടെ പ്രവർത്തന മേഖലകളാണ് ഞാൻ കണ്ടത്. ഇപ്പം തന്നെ ഇവിടുത്തെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് ഇവിടുത്തെ പേഷ്യൻസാണ്. പേഷ്യൻസിന് ശേഷമാണ് സ്റ്റാഫൊക്കെ വരുന്നത്. അപ്പം ഇവർ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതിന് അവരുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടി. അപ്പം ഞാനിവിടെ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരുപാട് തെറാപ്പീസ്, അതായത് അവർ സെൽഫ്ലെസ്ലി അവർ ചെയ്യുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഏറ്റവും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റീയൂണിയൻ എന്ന സംവിധാനമാണ്. കാരണം ഇവിടുത്തെ പേഷ്യൻസിന് പേഷ്യൻസ് അവർ ബെറ്ററായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓക്കെ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇവരെ ഫാമിലിയായിട്ട് കോൺടാക്ട് ചെയ്ത് റീയൂണിയൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പോയതിൽ നിന്ന് പല എക്സ്പോഷർ പോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ സ്നേഹാലയ സൈക്കോസോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും അത് വളരെ സ്ട്രൈക്കിംഗ് ആണ്. കാരണം ഇവിടെ ഒരു പ്രാവശ്യം വരുന്നവർക്ക് അത് അവരെ നല്ല രീതിയിൽ എലവേറ്റ് ചെയ്യും. കാരണം നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഇൻട്രാക്റ്റിംഗ് രീതി, അതായത് രോഗിയോ പേഷ്യൻസോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ആയാലും എല്ലാം നമ്മളെ നല്ല രീതി എലവേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മളെ കുറച്ചും കൂടെ ഒരു ഹ്യൂമൻ കൺസേൺ നമുക്ക് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്നേഹാലയ സൈക്കോസോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. താങ്ക് യു.